ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ നല്ല അടിപൊളി വെണ്ടയ്ക്ക കിട്ടിയിട്ടുണ്ടേ. ഇത് കണ്ടോ, നല്ല അടിപൊളി വെണ്ടയ്ക്കയാണ്, നല്ല യങ് വെണ്ടയ്ക്ക. അപ്പം നമുക്കിതുകൊണ്ട് നല്ലൊരു തീയലുണ്ടാക്കിയാലോ. അപ്പം നല്ല നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് തീയലുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ വെണ്ടയ്ക്കയൊക്കെ നന്നായി കഴുകി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ അവിയലിന് ഈ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ കോക്കനറ്റ്, ഇവിടെ നമ്മുടെ ഷെഡഡ് കോക്കനറ്റ്, നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഈ ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇങ്ങനത്തെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് എളുപ്പമുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ എടുക്കാവേ. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, നല്ലതായിട്ട് വഴന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയം കൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ കോക്കനട്ട് ഉണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവേ. അപ്പം ഞാൻ ഈ ബൗളിലേക്ക് വെച്ച് എന്നാന്ന് വെച്ചാൽ അതിൻ്റെ ചൂടൊന്ന് പെട്ടെന്ന് പോകാനായിട്ടാണ്. നമുക്കിത് പെട്ടെന്നൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ഈ ജാർ എടുത്തിട്ടുണ്ട്. ഈ ജാറിലാദ്യം ഞാൻ കോക്കനട്ട് ഇട്ടതായിരുന്നേ, എന്നാൽ ഭയങ്കര ചൂട്. അപ്പം ഞാൻ കുടഞ്ഞിട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചാണ്. അപ്പം നമുക്ക് പെട്ടെന്നൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇവിടെ ചൂടൊക്കെ പോയി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പൊടികളുണ്ടല്ലോ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാവേ. ഞാൻ അതിന് പൊടികൾ ചൂടാക്കാനായിട്ട് വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സെപ്പറേറ്റ് ചൂടാക്കുവോ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്ത കോക്കനട്ടിലോട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താലോ മതി. അപ്പോൾ എനിവേ ഞാനിവിടെ ഒരു സെപ്പറേറ്റ് പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, നമ്മുടെ മഞ്ഞൾപ്പൊടി, ഗരം മസാല എല്ലാം ആഡ് ചെയ്യാൻ പോവാണ്. കുറച്ച് ഉപ്പ്, പിന്നെ നമുക്ക് നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്യാം. അപ്പം നമുക്കെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല അടിപൊളിയായിട്ട് പൊടിച്ചുകൊണ്ട് വന്ന പൊടികളാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് നമുക്ക് അതും കൂടി ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ പൊടികളൊക്കെ ഇവിടെ ചൂടായി കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് ചുമ്മാ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇത് ഓൾറെഡി നല്ല പഞ്ഞി പോലെ പൊടിഞ്ഞ പൊടിയാണ്. നമുക്ക് ചുമ്മാ ഒന്ന് പെട്ടെന്നൊന്ന് അരച്ചൊന്നെടുത്താൽ മതി. നമ്മുടെ വെണ്ടയ്ക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഇവിടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചിട്ടുണ്ട്, നല്ലതായിട്ട് അരച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നേരത്തെ ചൂടാക്കിയ പൊടിയൊക്കെ ഇവിടെ അരച്ചിട്ടുണ്ട്. അപ്പം നമുക്കെല്ലാം കൂടെ നമ്മുടെ വെണ്ടയ്ക്കയിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ചെടുത്ത തേങ്ങായും പൊടികളെല്ലാം ആഡ് ചെയ്തു. ഞാൻ ഗ്രേവിക്ക് വേണ്ടി ചൂടുവെള്ളം ആഡ് ചെയ്തു. പുളിക്ക് വേണ്ടിയിട്ട് വാളംപുളി, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാളംപുളി ഉണ്ടായിരുന്നു, അത് ചേർത്തു. അങ്ങനെ നമ്മുടെ കറി ഇവിടെ തീയൽ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ ബൈ.